നമ്മളിപ്പോ വന്നിട്ടുള്ളത് കാസർഗോഡാണ്. കാസർഗോഡ് കരുന്തക്കാടുള്ള ഒരു കശുവണ്ടി ഫാക്ടറി. അത് 1969 ഇത് സ്ഥാപിച്ചതെന്ന് പറയണം. അപ്പൊ ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതെ, ഇവിടെ സ്ത്രീ തൊഴിലാളികൾ ധാരാളം ഉണ്ടെന്നാണ്. അപ്പൊ നമുക്ക് അവരോടൊക്കെ ഒന്ന് സംസാരിക്കാം. അതെ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വരെയാണല്ലോ, നിങ്ങളൊക്കെ കാസർഗോട്ടുകാരല്ലേ, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? എന്താണ് നടക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ സമയം കിട്ടാറുണ്ടോ? സമയം കിട്ടുന്നുണ്ട്. ഇവിടെ ആര് ജയിക്കും അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ആര് ജയിക്കാനാ സാധ്യത? എല്ലാരും അതേ അഭിപ്രായമാണോ? ಏರಂಡೆಲ್ಲ ಗೆಲ್ಪೊಡುಂದುಂಡು ಮತ್ತೆ ಬಿಜೆಪಿ ಮಾರ್ಕಿಸ್ಟ್ ಅಂಚದಾಲಜ್ಜಿ ಏರಂಡ ಗೆಲ್ತದು ಎಂಕ್ಲೆಗ್ ಒಂಜಿ ಸಹಾಯ ಮನ್ಪುಳಂಕ ಮಂತನೇರು. അത് മലയാളത്തിലെ കൂടെ ഒന്ന് പറയണം. ചേച്ചി ഒന്ന് മലയാളത്തിൽ പറഞ്ഞത്. ആര് ജയിച്ചെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് പാവങ്ങൾക്ക് സഹായിക്കുന്ന ഒരു രീതിയിൽ മുന്നോട്ട് വന്നാൽ മതി. ഇപ്പൊ അങ്ങനെ ഒരു സഹായം ഇല്ലേ? സഹായം ഉണ്ട്, അങ്ങനല്ല, ഇനി മുന്നോട്ട് വരണമെന്നുള്ള ഒരു ആഗ്രഹം. പിന്നെ ഞങ്ങൾ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ രാത്രിയൊക്കെ ഇറങ്ങി നടക്കുക, ആ പണി നമ്മളൊക്കെ നല്ലോണം പണിക്കൊക്കെ പോകുന്ന ആളുകളാണ്. അങ്ങനെ എങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഇനിയും കൂടുതൽ മെച്ചപ്പെടേണ്ടതുണ്ട്? ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് സ്ത്രീ സുരക്ഷ? അതെ, സ്ത്രീ സുരക്ഷ ഇനിയും മെച്ചപ്പെടണം എന്നാണ് എന്റെ അഭിപ്രായം. സ്ത്രീകൾക്ക് രാത്രിയും എല്ലാം പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു ഇത് വേണം. സുരക്ഷ വേണം സ്ത്രീകൾക്ക്. ഈ കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എന്താണ്? പൊതുവെ നിങ്ങൾക്ക് പരാതികളൊക്കെ ഉണ്ടോ? ഇല്ല. ഹാപ്പിയാണ് എല്ലാവരും. അപ്പൊ ഈ സർക്കാരിന്റെ ഒരു ഭരണത്തെ കുറിച്ചൊക്കെ എങ്ങനെയാണ്? LDF സർക്കാർ 2 തവണ തുടർച്ചയായിട്ട് ഭരിച്ചു. ഈ 3-ാം വട്ടം വരണോ? പ്രതീക്ഷിക്കാം. ആഗ്രഹം എന്താണ്? നമ്മളെ വീട്ടില് കഴിയാൻ പറ്റും. ഈ സർക്കാരിന്റെ ഭരണത്തിൽ പരാതികളുണ്ടോ? MLA കാര്യത്തിൽ എന്താ പറയാനുള്ളത്? MLA നമ്മളെ കണ്ടിട്ട് പോലുമില്ല, കാണാൻ കിട്ടില്ല. ആര് ജയിക്കും ഇലക്ഷന്? BJP ജയിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ചേട്ടാ നല്ലൊരു BJP ജയിക്കണം. ML അശ്വിനി ജയിക്കും. ഇങ്ങോട്ടേക്ക് വന്നിരുന്നോ? ML അശ്വിനി വന്നിരുന്നു. ഇവിടെ വന്നു. ശരി. അപ്പൊ നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ജോലിയുടെ വിശേഷങ്ങൾ പറഞ്ഞു, ഒപ്പം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും പറഞ്ഞു, അവർക്ക് ആര് ജയിക്കണം എന്നാണ്. അങ്ങനെ നമ്മൾ ഈ കശുവണ്ടി ഫാക്ടറി ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. അവിടുത്തെ വിശേഷങ്ങളും അറിഞ്ഞ് ഇനി നമ്മൾ മറ്റൊരു മണ്ഡലത്തിലേക്ക് യാത്രയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.